പേടി കൂടാതെ നമുക്ക് കേറി നടന്ന് ക്ലീൻ ചെയ്യല് അതല്ലേ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹൈറ്റ് ഇവിടെ വന്നോണ്ടേ അതിന്റെ ഫീല് അവർക്ക് വീട്ടുകാർക്ക് ഉണ്ടാവില്ല. ഇനി എന്തോ ഒരു 4-5 ആൾക്കാർക്ക് കയറിയാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് 1,000 to 12,000 രൂപ വരെ 5.5 കിലോ കോൺക്രീറ്റാ. ഇനിയിപ്പോ തെളിഞ്ഞ വെയിൽ നമുക്ക് അടിയിൽ നിന്നും നമുക്കൊരു പ്രൊഡക്ഷൻ കിട്ടുന്ന ടെക്നോളജി പാനൽ ഇട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സെബീബ് കാർഡ് വീട്ടില് നമ്മള് അരീക്കോട് അല്ലേ? അരീക്കോട് എന്താ പറയാ അതില് മൂപ്പര് വീട്ടുപേരെന്താ പറഞ്ഞ നിയാസ്? പൈക്കാട്. നമ്മുടെ ക്യാമറമാനും അതിന്റെ ഒപ്പം ഉണ്ട്. ഓക്കെ നിയാസ് ഏതായാലും നല്ലൊരു കൊമ്പത്താണ് അല്ലേ? 8 മണി മുതൽ 8 മണി മുതൽ ഈവനിങ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒരു ഏകദേശം ഒരു 4:30 മണി വരെ, 8:30 മുതൽ ഒരു 4 മണി വരെ തന്നെ ഉള്ളു പ്രൊഡക്ഷന്. അവിടുന്ന് മോർണിംഗും അസ്തമയവും ഇന്ന് ഈവനിങ് ഒന്നും വലിയൊരു കാര്യമൊന്നുമില്ല. എന്തായാലും ഇത് ഇവർക്ക് നല്ല ഒരു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് ഇവർക്ക് മുതലാവും. കാരണം ഒരു നമ്മുടെ ഒരു 1, 2, 3, 4 AC ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇവര് പേടിച്ചാണ് ഇവരെ ഉപയോഗം. ഇനി ഇവർക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചറും ആ ഒരു ഇതിൽ തന്നെ കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ കാലം മൊത്തം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോവല്ലേ? അതെ താഴത്ത് അവിടെ വർക്ക് എടുക്കുക, അവസാന വർക്കാണ്. പിന്നെ അതിനോടൊപ്പം പറയാനുള്ളത് ക്ലീനിങ്. ഒരു റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടോ. അപ്പൊ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ പല ആളുകൾക്കും ഇത് ഞങ്ങൾ ഏതാ കെമിക്കൽ ഉപയോഗിക്കേണ്ടത്, ഏതാ പൗഡർ ഉപയോഗിക്കേണ്ടത് ചോദ്യം. ഇത്രേ ഉള്ളൂ. ഒരു 1/2 ബക്കറ്റ് വെള്ളം എടുക്കുക, ഒന്ന് തെളിക്കുക. നമ്മൾ നിലം തുടക്കുന്ന മോപ്പിൽ അതിന് കല്ല് മണ്ണൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് മോപ്പ് കൊണ്ട് ഒന്ന് തെളിക്കുക, ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അല്ലേ? വർക്കുള്ളൂ, പക്ഷേ ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത് ഈ കാക്ക അങ്ങനത്തെ നമ്മളിവിടുത്തെ ഭാഷ നമ്മൾ പറയുന്നത് കാഷ്ടിക്കാന്നാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ സെന്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏരിയനെ മൊത്തം കട്ടാക്കും. എന്നിട്ട് ബാക്കിയുള്ള കംപ്ലൈന്റ് ഞങ്ങളെ സാധനം കേടരാണ്, പ്രൊഡക്ഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇതൊക്കെ ഒന്ന് വന്നു നോക്കണം. സിമ്പിൾ ആയിട്ട് കയറി വരാം. സുഖമായിട്ട് അവർക്ക് പേടിക്കാതെ നടക്കും ചെയ്യാം.